അപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. രാവിലെ 9 മണിക്കാണ് മുഖ്യമന്ത്രി കൂടിയായ ധനമന്ത്രി സതീശൻ്റെ കന്നി ബജറ്റ് അവതരണം ഉണ്ടാവുക. കടുത്ത ധനപ്രതിസന്ധിയുണ്ട് സംസ്ഥാനത്ത്. ഇതുമായി ബന്ധപ്പെട്ട ധവളപത്രമൊക്കെ നേരത്തെ വി.ഡി. സതീശൻ പുറത്തിറക്കിയിരുന്നു. 5.07 ലക്ഷം കോടിയാണ് സംസ്ഥാനത്തിൻ്റെ കടം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ധനകാര്യ വിദഗ്ധർ പറയുന്നത് 10,000 കോടി രൂപ മാത്രം, 10 ലക്ഷം കോടി രൂപ മാത്രമാണ്. അത്തരത്തിലുള്ള കണക്കുകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക അടക്കം 750 കോടി രൂപയുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സംസ്ഥാന സർക്കാർ നൽകാനുണ്ട്. യുവ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസം സ്റ്റൈപ്പൻഡ് നൽകുമെന്നുള്ള പ്രഖ്യാപനവും മറ്റുമുണ്ട്. തുറമുഖം, വിമാനത്താവളം, ടൂറിസം മേഖലകളിൽ നിക്ഷേപമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷകളുണ്ട്. അങ്ങനെ കുറച്ച് പണം മാത്രം ബാക്കിയും കൂടുതൽ പ്രഖ്യാപനങ്ങളും അതെങ്ങനെ പണം കണ്ടെത്തുമെന്ന കാര്യത്തിലൊക്കെയുള്ള ചില വ്യക്തതകൾ കൂടി വരേണ്ടതുണ്ട്. അങ്ങനെ എന്തൊക്കെ വിസ്മയങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്, കാത്തിരിക്കേണ്ടത്. അതാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരാകാംക്ഷ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള കർശന നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകും, സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്തൊക്കെ ബജറ്റിലുണ്ടാകും, ഒപ്പം പ്രകടന പത്രികയിലെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എങ്ങനെ നടപ്പിലാക്കും, അതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് പ്രധാനപ്പെട്ട സൂചനകൾ പുറത്തു വരേണ്ടത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, സംശയമില്ല. കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ഡാൻ കുര്യനുണ്ട്. നിയമസഭയ്ക്ക് മുൻവശത്ത് വി അരുണും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്ക് ഒന്ന് പോകണം. ഡാന്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രി ബസ്കറ്റ് ഹോട്ടലിലും മറ്റുമായി ബജറ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിക്കുന്നുണ്ട്. മന്ത്രിസഭയിലെ സമാന തരത്തിലുള്ള ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ദൗത്യമാണ് മുന്നിലുള്ളത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? 8:30 മണിയോടുകൂടി സതീശൻ ഇറങ്ങും നിയമസഭയിലേക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ സാധാരണ വി.ഡി. സതീശൻ പറയുന്നത് പോലെ അതുണ്ടാകുമെന്ന് കരുതണോ? ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിക്കുന്ന കന്നി ബജറ്റാണ് ഇന്ന് അല്പസമയം മുമ്പ് സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ ബജറ്റ് അവതരണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ബജറ്റ് അവതരിപ്പിക്കാനായി ഒരു ധനമന്ത്രി പുറപ്പെടുന്നത്. ആദ്യമായിട്ടായിരിക്കാം. ഈ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി ഇതുവരെ ക്ലിഫ് ഹൗസിലേക്ക് മാറിയിട്ടില്ല. ഏതാനും ദിവസങ്ങൾ കൂടി എടുക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താമസിച്ചിരുന്ന കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് തന്നെയാണ് ബജറ്റ് അവതരണത്തിനായി അദ്ദേഹം പുറപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കേരള സ്റ്റേറ്റ് 1 കാറ് എപ്പോൾ വേണമെങ്കിലും പുറപ്പെടുവാൻ സജ്ജമായി ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുമുണ്ട്. എന്തായാലും 8:30 അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെടും ബജറ്റ് അവതരണത്തിനായി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം സാധാരണയായി മുൻ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ അടക്കം സഭയിലേക്ക് ബജറ്റ് അവതരണത്തിന് എത്തുമ്പോൾ കുടുംബാംഗങ്ങളെ കൂടി ഒപ്പം കൊണ്ടുപോകുന്നൊരു പതിവുണ്ടായിരുന്നു. ആ പതിവ് ചിലപ്പോൾ ഇത്തവണ കാണില്ല. വി.ഡി. സതീശൻ തനിയായിരിക്കും സഭയിലേക്ക് ബജറ്റ് അവതരണത്തിനായി എത്തുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ബജറ്റിൽ എന്തൊക്കെ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നറിയാൻ. നമുക്കറിയാം, വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ് കേരളം. അത് കേന്ദ്രത്തിൽ നിന്ന് ആവശ്യത്തിനുള്ള തുക ലഭിക്കാതിരിക്കുന്നതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒരു സൈഡിൽ നിൽക്കുന്നു. മറുവശത്ത് ഈ ധനകാര്യ മിസ്മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം വലിയ തരത്തിൽ ഉന്നയിച്ച UDF ആണ്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF ആണ് ഇന്ന് ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ പ്രതിസന്ധി മറികടക്കാൻ എന്ത് തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. അവിടെ വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, ഈ പ്രധാനപ്പെട്ട 3 മേഖലകളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടായിരിക്കും ഇത്തവണത്തെ ബജറ്റ് എന്ന പ്രാഥമികമായ സൂചനകൾ വരുന്നു. അതോടൊപ്പം സർക്കാർ അധികാരത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ നികുതി വർധനവൊന്നും ഈ ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതേസമയം നികുതി ചോർച്ച തടയുന്നതിനുള്ള കർശനമായ ചില ഉപാധികൾ ബജറ്റിൽ മുമ്പോട്ട് വെച്ചേക്കാം. അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്ലാൻ, വളരെ ആസൂത്രിതമായ ഒരു പ്ലാൻ ധനമന്ത്രി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം കേരളത്തെ രാജ്യത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തുറമുഖ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള, തുറമുഖ വ്യോമയാന ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, UDF-നെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച 5 ഇന്ദിര ഗ്യാരണ്ടി പ്രോഗ്രാമുകളുണ്ട്. അതിൽ തന്നെ പ്രിയദർശിനി പദ്ധതി കഴിഞ്ഞ ദിവസം വലിയ ജനപങ്കാളിത്തത്തോടെ ഉദ്ഘാടനം ചെയ്തു. അത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു പദ്ധതിയാണ്.
അതുൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വേണ്ടിയുള്ള വൻ തുക നീക്കിവെക്കുന്ന ഒരു സാഹചര്യം ബജറ്റിൽ ഉറപ്പായും ഉണ്ടാകും. സ്ത്രീ സൗഹൃദ ബജറ്റാകും ഇത്തവണത്തേത് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തുക വകയിരുത്തുന്നതിനൊപ്പം മെൻസ്ട്രുവൽ ഡിഗ്നിറ്റി, അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠനം നടത്തുന്ന യുവതികൾക്കുള്ള ഓരോ മാസത്തെയും 1000 രൂപ നൽകിക്കൊണ്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതി, ഇതടക്കമുള്ള സ്ത്രീ സൗഹൃദ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചേക്കും. അതോടൊപ്പം ഏറ്റവും ജനപ്രിയ പ്രഖ്യാപനമായി വ്യാഖ്യാനിക്കപ്പെട്ട ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം അത് കൃത്യമായി ഈ ബജറ്റിൽ ഇടം പിടിച്ചേക്കാം. അതിന് ഏതാണ്ട് 62 ലക്ഷം കുടുംബങ്ങളിലേക്കാണ് ഈ ക്ഷേമ പദ്ധതിയുടെ ഗുണമെത്തേണ്ടത്. 3000 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഗുണമെത്തേണ്ടത്. അതിനുവേണ്ടി എത്ര കോടി തുക അധികമായി വേണ്ടിവരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനടക്കമുള്ള വൻ തുകകൾ ബജറ്റിൽ നീക്കിവെച്ചേക്കുമെന്ന് തന്നെയാണ് വിവരം. അതോടൊപ്പം ആരോഗ്യ മേഖലയ്ക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും അതോടൊപ്പം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കുമൊക്കെയായി വ്യത്യസ്തമായ പാക്കേജുകൾ ഉണ്ടാകും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം കേരയിൽ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കുകയെന്നൊരു തീരുമാനത്തിലേക്ക് UDF സർക്കാർ എത്തിയിരുന്നു. അതിന് പകരം റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, പ്രാദേശിക തലത്തിൽ അതിവേഗ റെയിൽ പദ്ധതി, അതുമായി ബന്ധപ്പെട്ട ചില പ്രോജക്റ്റുകളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രാഥമിക ധാരണയിലേക്കൊക്കെ നേരത്തെ എത്തിയിരുന്നു. അതിലേക്കും ഒരു വൻ തുകയുടെ നീക്കിവെപ്പ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് വലിയ വിസ്മയമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. എന്തായാലും ഈ വലിയ ധനപ്രതിസന്ധിക്കിടയിലാണ് വലിയ ധനപ്രതിസന്ധി അത് പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവർ ആദ്യം ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ചൊരു ധവളപത്രം പുറത്തിറക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എങ്കിൽ പോലും കൃത്യമായി തന്നെ സാമ്പത്തിക വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായ ഒരു അവലോകനം സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരുന്നു സതീശൻ സർക്കാർ. അതിലൂന്നിയുള്ള ബജറ്റ്, അതിനാൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള ഒരു ബജറ്റിലേക്ക് തന്നെ വേണം പോകാൻ. ഈ പറഞ്ഞ സ്വപ്ന പദ്ധതികളുണ്ട്, ഇന്ദിരാ ഗ്യാരണ്ടിയുണ്ട്, അത് മാത്രമല്ല 10,000 കോടി മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ള ഒരു വിലയിരുത്തൽ ധനകാര്യ വിദഗ്ധരുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കാർ അവിടെ ധനകാര്യ വിദഗ്ധനായ സതീശൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് മാജിക്ക് സംഭവിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിനുള്ള പണം കണ്ടെത്തണം. നേരത്തെ പ്രധാനമന്ത്രിയെ കണ്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഡാൻ പറഞ്ഞ തുറമുഖ നഗരം എന്ന വലിയൊരു സ്വപ്നം ബാക്കി നിൽക്കുന്നു, ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നം ബാക്കി നിൽക്കുന്നു. അങ്ങനെ നേരത്തെയുള്ള ഇടത് സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി എന്താകും സതീശൻ കാത്തുവച്ചിരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഇതിലെ ഏറ്റവും വെല്ലുവിളി ഉണർത്തുന്ന അല്ലെങ്കിൽ ഒരു കൗതുകം ഉണർത്തുന്ന ചോദ്യം, സാധാരണയായി സംസ്ഥാനങ്ങൾ വരുമാനം വർദ്ധിപ്പിക്കാനായി ചെയ്യുന്ന ഏറ്റവും സാധാരണമായ ഒരു നടപടി എന്ന് പറയുന്നത് നികുതി വർദ്ധിപ്പിക്കുക എന്ന കാര്യമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് സംസ്ഥാനത്തെ പുതുതായി അധികാരമേറ്റ UDF സർക്കാർ കടന്നാൽ അത് ഒരു ജനദ്രോഹ നടപടിയായി വ്യാഖ്യാനിക്കപ്പെടുമെന്നൊരു പൊതു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നികുതി വർദ്ധിപ്പിക്കാതെ സംസ്ഥാനത്തിൻ്റെ വരുമാനം എങ്ങനെ കൂട്ടാം എന്ന ചിന്തയിലേക്ക് അവർ കടക്കുകയും ചെയ്തത്. അതിൽ പ്രാഥമികമായ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നികുതി ചോർച്ചയുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വലിയൊരു വരുമാനത്തിൻ്റെ വിഹിതം അന്യായമായി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് കൃത്യമായി നികുതി ചോർച്ച തടഞ്ഞുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉറപ്പാക്കുമെന്ന് അന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിക്കൊണ്ടിരുന്നതാണ്. അതിൽ കൃത്യമായ ചില ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ സംസ്ഥാനത്തിന് ഇത്രയധികം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന തെലങ്കാനയിലും കർണാടകയിലുമൊക്കെ സമാനമായ തരത്തിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടി പ്രൊജക്റ്റുകൾ നടപ്പിലാക്കിയിരുന്നു, പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. അതുണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ അവിടുത്തെ ഭരണ സംവിധാനങ്ങളെ വലിയ തരത്തിൽ ബാധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കേരളത്തെ പോലെയല്ല ആ സംസ്ഥാനങ്ങൾ, അവർക്ക് സ്വയം വരുമാനത്തിലുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അങ്ങനെയല്ല കേരളം. ഇതൊരു ഉപഭോക്തൃ സംസ്കാരമാണ്. അംശങ്ങളിലേക്ക് തന്നെ പോകണം. നിയമസഭയ്ക്ക് മുന്നിൽ VV അരുൺ കൂടി തുടരുന്നുണ്ട്. അരുണ്, ഇത്തവണത്തെ ബജറ്റിൻ്റെ പ്രത്യേകത നേരത്തെ ഡാൻ സൂചിപ്പിച്ച ഒന്നുണ്ട്. കാരണം കണ്ടോൺമെൻറ്റ് ഹൗസിൽ നിന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി കൂടിയായ സതീശനാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ ഇ കെ നായരും കെ കരുണാകരനും അച്യുതമേനും ഒക്കെ ശേഷം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മുഖ്യമന്ത്രി എന്ന ഖ്യാതി കൂടി സതീശനുണ്ട്.
സതീശന്റെ ധനകാര്യ വൈദഗ്ധ്യം നമുക്ക് പലപ്പോഴും നേരത്തെയുള്ള നിയമസഭകളിലൊക്കെ മനസ്സിലാക്കിയതാണ്. പക്ഷേ മറുവശത്ത് ഒരു ബദൽ ധവളപത്രവുമായി നിൽക്കുന്ന പ്രതിപക്ഷം കൂടിയുണ്ട് സതീശന്റെ മുന്നിൽ. പറഞ്ഞ പല വാഗ്ദാനങ്ങളും പാലിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തെ ഒരു പരിധിവരെ കുറ്റപ്പെടുത്താം.